പ്രൈസിലോട് ഒരിക്കൽ കൂടെ ദൈവവചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളാണ് ചിന്തിച്ചത്. ഇന്ന് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം പൗലോസിന്റെ കൊരിന്ത്യയിലേക്കുള്ള യാത്ര അത് മുടങ്ങുന്നു. അത് മുടങ്ങിയത് മൂലം ഉണ്ടായ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, കൊരിന്ത്യ സഭയിലുള്ള കൺസേൺസ്, ഇതിനെയൊക്കെ ആധാരമാക്കിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. അതിനെ പൗലോസ് എന്തുകൊണ്ട് മുടങ്ങി, അപ്പോൾ ആ യാത്രയ്ക്ക് പകരം പൗലോസ് ദൈവസഭയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്നതൊക്കെ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുവാനായിട്ടിടയായി. അത് മനഃപൂർവ്വമല്ല, വാക്ക് മാറിയതല്ല. കർത്താവിന്റെ എല്ലാ പ്രോമിസസും അത് തന്നെയാണ്. അതിന്റെ എല്ലാം ഒരു കോൺടെസ്റ്റ് ഒക്കെ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. ഇന്ന് 2-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ സത്യത്തിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുതെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എൻ്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടും ആകുന്നു. വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോട് ഉള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. പൗലോസിന്റെ എഴുതിയ കത്ത് എന്താണ്? പൗലോസിന് ആ ദൈവസഭയോടുള്ള സ്നേഹം. അവിടെ വളരെ പെയിൻഫുൾ ആയിട്ട് ഒരു കത്ത് പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതേണ്ടതായിട്ട് വന്നു. അപ്പം അതിനെയാണ് ടിയർഫുൾ ലെറ്റർ. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതേണ്ട വന്നത് എന്നുള്ളതിന്റെ പശ്ചാത്തലമാണ് പൗലോസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ 2 ഭാഗങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ എ ലെറ്റർ റിട്ടൺ ഇൻ ലവ്, ദൈവത്തിന്റെ സ്നേഹത്താൽ എഴുതപ്പെട്ട ആ ദൈവസഭയോടുള്ള കർത്താവിന്റെ ദാസന്റെ സ്നേഹത്താൽ എഴുതപ്പെട്ട ഒരു കത്താണത്. അതിനുശേഷം ഈ സഭയിൽ ഓഫൻഡറായിട്ട് സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ എങ്ങനെ റീസ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചും 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 1-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ, 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വുഡ് നോട്ട് ബ്രിങ് യു ഗ്രീഫ് വിത്ത് അനദർ പെയിൻഫുൾ വിസിറ്റ്. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതിന്റെ പ്രധാനമായിട്ട് പൗലോസ് കുറെ കാര്യങ്ങൾ താൻ എന്തുകൊണ്ട് ഇന്നില്ല, തന്റെ ആ യാത്ര മുടങ്ങി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ യാത്രയ്ക്ക് പകരം ഒരു കത്ത് എഴുതുവാനായിട്ട് പ്രേരിപ്പിച്ചു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പൗലോസ് എഴുതുന്ന ഒരു കാര്യമാണ് ഐ ഡിസൈഡഡ് ഐ വുഡ് നോട്ട് ബ്രിങ് യു ഗ്രീഫ്. നിങ്ങൾക്ക് പിന്നെയും ഒരു സോറോഫുൾ ആയിട്ടുള്ള വിസിറ്റിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു കത്ത് എഴുതി. Paul was resolved not to make another painful face-to-face visit. അതിന് പകരം he comforted them, he chose to write instead. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അതിനകത്ത് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത്. Corinth, I did not return to Corinth was to spare you from severe rebuke. ഇപ്പം പൗലോസ് പറയുന്നത്, ഞാൻ അവിടെ വരാഞ്ഞത് നിങ്ങളെ ആദരിച്ചിട്ടാണ്. കാര്യം ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ താക്കീതുകൾ നൽകേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസഭയിൽ ഈ റിബ്യൂക്ക് ഉണ്ട്. ദൈവസഭയിൽ ചില കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടത് സീരിയസ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഷുഗർ കോട്ടഡ് ആക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോൺസിക്വൻസസ് നമ്മുടെ ഈ സഭകളിൽ ഇന്ന് കണ്ടുവരാറുമുണ്ട്. കാര്യം പല കാര്യങ്ങളും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു വലിയ സിൻസിയർ ഹാർട്ട് ആ കർത്താവിന്റെ ദാസനുണ്ടായിരുന്നു. അതാണ് നാം അവിടെ കാണുന്നത്. ഞാൻ എന്തുകൊണ്ട് അവിടെ വന്നില്ല? ഐ സ്പെയർ ദം ബിക്കോസ് ദ ലെറ്റർ വാസ് പ്രൊഡ്യൂസ്ഡ് ഗോഡ്ലി ഗ്രീഫ്. 2-ാമത്തെ വാക്യത്തിൽ ഒരു ലെറ്ററിനെ കുറിച്ച് പൗലോസ് പറയുന്നു. ആ ലെറ്റർ ഇവിടെ നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ 1-ാം ലേഖനവും 2-ാം ലേഖനത്തിന്റെ ഇടയിൽ താൻ ഒരു കത്ത് എഴുതി. അതാണ് ടിയർഫുൾ ലെറ്റേഴ്സ് എന്ന് നമ്മൾ കാണുന്നത്. ഈ ടിയർഫുൾ ലെറ്റർ ഈ ബൈബിളിൽ ഇല്ല, അത് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. ഞാൻ വിചാരിക്കുന്നു അത് ആ ടിയർഫുൾ ലെറ്റേഴ്സിനകത്ത് ഒരുപാട് വഴക്ക് പറയുന്ന കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കാര്യം പൗലോസ് ഇതിനകത്ത് പലയിടത്തും റെഫർ ചെയ്തിട്ടുണ്ട് ആ ലെറ്ററിനെ കുറിച്ച്. that could be lost, or that letter could be lost. അതിന്റെ തന്നെ 10-ാം അധ്യായത്തിന് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ട. ആ ലെറ്ററിനെ കുറിച്ച് അവിടെ റെഫർ ചെയ്തിരിക്കുന്നു. ഇനി അതിന്റെ 4-ാമത്തെ വാക്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല, എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ. ഇതിനകത്ത് ഈ ഒരു വാക്യം വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. ഒരു കർത്താവിന്റെ ദാസന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, ആ സഭയെക്കുറിച്ച് തനിക്ക്, ആ സഭയിലല്ല പൗലോസ് ഇപ്പോഴും, പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ്, താൻ തൻ്റെ യാത്രകളിൽ ആ ഒരു സഭയെക്കുറിച്ച്, ആ സഭയിൽ ഇത്രയും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ആ സഭയെക്കുറിച്ചുള്ള ഒരു കർത്താവിന്റെ ദാസനുള്ള ഒരു കൺസേൺ. പിന്നെയും തന്റെ ആ പെയിൻഫുൾ ലെറ്ററിനെ കുറിച്ച് പറയുന്നു. പോൾ emphasized that he did not write that painful letter to hurt the Corinthians church, rather he wrote out of love to rebuke the Corinthians towards repentance. നമ്മൾ പലപ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഇപ്പം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന, ഈ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും, അല്ലെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ചില കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് എത്ര വിശ്വസ്തയോടെ, എത്ര റെസ്പോൺസിബിൾ ആയിട്ട് നാം ചെയ്യണമെന്നുള്ള കാര്യം. ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഷൂവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ്, നമ്മളോട് തന്നെ ചോദിക്കണം. അപ്പൊ ഈ ദൈവസഭയെക്കുറിച്ച്, നമ്മുടെ കൂടെയുള്ള കൂട്ടുവിശ്വാസികളെ കുറിച്ച് നമ്മൾ എത്രത്തോളം കൺസേൺ ആണെന്നുള്ളത്. ഇപ്പൊ ഒരു കൺസേൺ അല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതേണ്ട കാര്യമില്ല. എപ്പോഴും ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള തിരുവചനങ്ങൾ ദൈവസഭയിൽ പ്രസംഗിക്കാം. കാര്യം അവരെ, അങ്ങനെയുള്ള ഇടയന്മാർക്ക് സഭയെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ല. സഭ എങ്ങനെ ആയിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്, നമ്മളെ ആരും മോശമായിട്ട് പറയരുത്, നമ്മൾ ആരെയും പിണക്കരുത്. ഇപ്പൊ ഈ ഒരു ചിന്താഗതിയിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങളെ വലിയ ആളാക്കും, നിങ്ങളെ അതാക്കും ഇതാക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് ആൾക്കാരെ ഒന്ന് കംഫർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നാം ഇന്ന് സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ എത്ര പേര് ചർച്ചയിൽ പോകുമ്പോൾ ഇച്ചിരി പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിൽ സന്തോഷം കൊള്ളുന്നുണ്ട്? എത്ര പേർക്ക് ഞാൻ ഇന്ന് കേട്ട കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് പവിച്ചു, അല്ലെങ്കിൽ ഇത് പല കാര്യങ്ങളും എൻ്റെ വിഷയങ്ങളാണല്ലോ ഇന്ന് ഞാൻ കേട്ടത്, അല്ല എൻ്റെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തേണ്ട വിഷയങ്ങളാണല്ലോ ഞാൻ കേട്ടത്. ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷം ഉണ്ടാവാറ്? അതോ നമ്മുടെ മനസ്സ് ഉടനെ പോകും, അതിലേലും ഈ പാസ്റ്ററിനെ എന്നെ കുത്തുക എന്നുള്ളതാണ് ഈ പാസ്റ്ററിന്റെ മെയിൻ പരിപാടി. എത്രയോ പേര് അങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഞാനൊന്നും ഇല്ല, സഭയിലെങ്കിലും വരുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനുള്ളതിന് എന്തിനാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഡീൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നമ്മളോട് ചോദിക്കാമെന്ന് വെച്ചോ, ഞാൻ ആരും ചോദിക്കത്തില്ല, ഇന്നാലും ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഈ നമ്മുടെ ഈ ശരീരത്തിലെ ഈ ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ട സാധനം ഒരു 5 സെന്റിമീറ്റർ അകത്തോട്ടായിരിക്കുന്നത്, ഇൻഡെപ്തായിട്ടായിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് അധികം വേദനയൊന്നും സഹിക്കാൻ ആവശ്യമില്ല, ഞാനാണെങ്കിൽ ഞാൻ ഇച്ചിരി ആ തൊലി ഒന്ന് കണ്ടിച്ചിട്ട് അവിടെ ഉള്ളതൊക്കെ ഒന്ന് എടുത്തു കളഞ്ഞ് വേണമെങ്കിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം, അകത്തോട്ട് കയറി പിന്നെ ഒരു കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു മുറിവ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? കുഴപ്പമില്ല ഡോക്ടറെ, ബാക്കിയൊക്കെ അതിനകത്തിരുന്നോട്ടെ, എനിക്ക് ഇപ്പോഴത്തുള്ള ഒരു പെയിന് കുറഞ്ഞു കിട്ടിയാൽ അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണോ? അതോ അല്പസമയം എനിക്ക് വേദനയാണെങ്കിലും കുഴപ്പമില്ല, ഇച്ചിരി ഡീപ്പായിട്ട് ഇറങ്ങി അതിൻ്റെ റൂട്ട് മുഴുവനും കണ്ടിച്ച് കളഞ്ഞ് എന്നെ ഒരു പൂർണ്ണമായിട്ടൊരു ഹീലിംഗിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണോ നമ്മുടെ ആഗ്രഹം? അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇത്രത്തോളം കൺസേൺഡ് ആണെങ്കിൽ, നമ്മുടെ ശരീരത്തിന്റെ ക്യൂർ അല്ലെങ്കിൽ ശരീരത്തെ നമ്മളെ നശിപ്പിക്കുന്ന സെൽസും ഉണ്ടാകരുതെന്ന് നമുക്ക് ഇത്രത്തോളം കൺസേൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മളെ സുഖിപ്പിക്കുന്ന, നമ്മളെ സന്തോഷിപ്പിക്കുന്ന വചനങ്ങൾ മാത്രം കേൾക്കണമെന്ന് നമുക്ക് നിർബന്ധമുള്ളത്? എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ വചനങ്ങൾ എൻ്റെ ആഴത്തിൽ കയറുന്ന അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ടീച്ചിങ്സ് എനിക്ക് അതിപ്പോൾ ഞാൻ തിരുവചനം പഠിക്കുമ്പോഴാണെങ്കിലും അല്ല തിരുവചനം കേൾക്കുമ്പോഴാണെങ്കിലും ഇൻഡെപ്ത് ആയിട്ട് എൻ്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ തരുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് എത്ര പേര് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു? അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചില്ലെങ്കിൽ നമുക്ക് ലഭിക്കത്തില്ല. കാര്യം നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് നാം ഓരോരുത്തരെയും കേൾക്കുന്നതും ഓരോരുത്തരെയും ഫോളോ ചെയ്യുന്നതും ഒക്കെ. നമുക്കൊരു എൻകറേജ്മെന്റ് മാത്രമാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഒരിക്കലും കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ജീവിതത്തിൽ നടക്കുന്നില്ല. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് താൻ അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാരനല്ലായിരുന്നു. താൻ ആ സഭയെ വളരെ നന്നായിട്ട് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഓരോ വാക്യത്തിലും പിന്നെയും ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്തുകൊണ്ട് ഈ പെയിൻഫുൾ ലെറ്റർ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതേണ്ടതായിട്ട് വന്നു. അതെന്തിനു വേണ്ടിയിട്ടാ? ഐ റോട്ട് ടു റെബ്യൂക്ക് ദം ടുവേഴ്സ് റിപ്പൻറ്റൻസ്. നമ്മൾ ചുമ്മാതെ നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് റെബ്യൂക്ക് ചെയ്തതല്ല, പകരം എന്താണ്? അവരുടെ മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരാളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക, പണിയുക എന്നുള്ളൊരു പ്രോസസ്സ് ദൈവസഭയിലാണ് നടക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കമ്പനിയിൽ നടക്കത്തില്ലല്ലോ, നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നടക്കത്തില്ലല്ലോ. നമ്മൾ കാണുന്ന ന്യൂസ് ചാനലുകൾ നമ്മൾ മാറി മാറി കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല, അല്ലെ? അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ എവിടെയാണ് നടക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ട ഏക സ്ഥലം ദൈവസഭയാണ്. പക്ഷെ ദൈവസഭയിൽ വരുമ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ ഡിഫറെന്റ് ആണെങ്കിൽ എങ്ങനെയാ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്? 7-ാം അധ്യായത്തിന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളൊന്നും വായിക്കാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 8 മുതൽ 12 വരെയുള്ള. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. അവിടെ നിന്ന് തന്നെ ഇപ്പോഴ് പൗലോസ് പറയാണ്, ഞാൻ ലേഖനങ്ങളാൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു. കാര്യം എഴുതിയ പൗലോസിന് അറിയാം ഇത് എത്രത്തോളം ആ ജനതയിൽ ദുഃഖം ഉണ്ടാക്കും എന്നുള്ളത്. അവരും ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കഥാവിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാരായിരിക്കും. അവരെ ലേഖനങ്ങളാൽ പൗലോസ് ദുഃഖിപ്പിച്ചു. എന്നിട്ട് പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യം, ഈ ലേഖനം എഴുതി അങ്ങ് അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് ചിന്തിച്ചു, അയ്യോടാ അത്രയും വേണ്ടായിരുന്നു. കൊടുത്ത് അയച്ചു കഴിഞ്ഞിട്ട് പൗലോസ് തന്നെ എനിക്ക് തോന്നുന്നു 2 ദിവസം ചിന്തിച്ചാണ്, ഇച്ചിരി കൂടിപ്പോയി, കുറച്ചുകൂടി ഒരു ലൈറ്റായിട്ട് എഴുതിയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. അതാ പറഞ്ഞത്, ആദ്യം ഞാൻ അനുദപിച്ചു ഈ ലെറ്റർ എഴുതിയതിനു ശേഷം. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനകത്ത് എന്ത് പറ്റി? എന്തുണ്ടായി? സന്തോഷം ഉണ്ടായി. നിങ്ങളെ ദുഃഖിപ്പിച്ചതിനകത്തുള്ള സന്തോഷമല്ല, നിങ്ങളിൽ അതൊരു മാനസാന്തരത്തിന് കാരണമായെന്നുള്ള സന്തോഷം. ഇതെല്ലാം ഒരുമിച്ച് പണിയുന്ന, പിന്നെ അതിനുശേഷം കാണുന്ന 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഒരാളെ എത്രത്തോളം ഈ ദൈവസഭയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, പ്രയാസമുണ്ടാക്കി ഒരാളുടെ റീസ്റ്റോറേഷൻ ആണ് കാണുന്നത്. റിപ്പൻറ്റൻസ് ആൻഡ് റീസ്റ്റോറേഷൻ ആണ് 2-ാമത്തെ ഭാഗത്തിൽ നാം കാണാൻ പോകുന്നത്. അപ്പോൾ they took this letter to heart. പൗലോസ് വളരെ വേദനയോടുകൂടിയാണ് എഴുതിയത്. വളരെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ആ കത്ത് എഴുതിയത്. ആ കത്ത് നമുക്കില്ലാത്തത് കൊണ്ട് അത് എങ്ങനെയാണ്, എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം, ഒരുപാട് ഹിന്റ് ഈ ഭാഗങ്ങളിലൊക്കെ നൽകുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ലെറ്ററാണ്. പക്ഷെ അത് ദൈവസഭ, കൊരിന്ത്യ സഭ അത് വളരെ സീരിയസ് ആയിട്ട് അത് എടുക്കുവാനായിട്ട് ഇടയായി. കൊരിന്ത്യൻസ് ഡിസിപ്ലിൻ ദ പേഴ്സൺ മോസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഒഫൻസ്. ആരാണ് ആ ഒഫൻസിന് കാരണക്കാരൻ എന്നുള്ള വ്യക്തി? ഒരു വ്യക്തിയുടെ ഒരു വിഷയം കാരണമാണ് അത്രയും സീരിയസ് ആയിട്ട് ഒരു ലെറ്റർ പൗലോസിന് എഴുതേണ്ടതായിട്ട് വന്നത്. അദ്ദേഹത്തിനെ ദൈവസഭ ഡിസിപ്ലിൻ ചെയ്തു. അതാണ് നമ്മൾ ആ ഭാഗങ്ങളിൽ കാണുന്നത്. അത് പിന്നെയും പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫോർഗീവ്, കംഫർട്ട് ആൻഡ് റീഫോം ദെയർ ലവ്. അവരുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. ഹു വാസ് ദാറ്റ് ഒഫൻഡർ? അതിനകത്ത് 1-2 ക്ലൂസ് ദൈവവചനത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് പോസിബിളി 1 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു പോൽ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്യുന്നവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താൻ ഏൽപ്പിക്കണമെന്നും വിധിച്ചിരിക്കുന്നു. ഇതൊരു പോസിബിലിറ്റിയാണ്. ഇതേക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ല. 2 കൊരിന്ത്യർ അതിന്റെ 2:3. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടിയവരാൽ ദുഃഖം ഉണ്ടാകരുത് എന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങളെല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാകുന്നു. അതിനകത്ത് വേറൊരു ചെറിയ ഹിന്റ് നൽകുന്നത്, ഒരുപക്ഷെ അവിടുത്തെ ഏതെങ്കിലും മൂപ്പന്മാരാൽ ആയിരിക്കാം ഈ വിഷയം, ഈ പ്രയാസം പൗലോസിനുണ്ടായത്. കാര്യം എന്നെ സന്തോഷിപ്പിക്കേണ്ടവരാൽ എനിക്ക് ദുഃഖം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് പൗലോസ് ആ ലെറ്റർ എഴുതുന്നത്. ഒരുപക്ഷെ പൗലോസിനെ ചോദ്യം ചെയ്യുന്ന, തന്നെ ചലഞ്ച് ചെയ്യുന്ന ആരെങ്കിലും കുറിച്ചായിരിക്കാം അവിടെ എഴുതിയിരിക്കുന്നത്. ബട്ട് വാട്ട് എവർ ദ കേസ്, ഹിസ് ഒഫൻസ് ഹാംഡ് ഓൾ ഓഫ് യു, ദ ഹോൾ ചർച്ച്, നോട്ട് പോൾ അലോൺ. അതാണ് സംഭവിക്കുന്നത്. ഈ ദൈവസഭകളിൽ എന്തെങ്കിലും ഈ ഒഫൻസ് ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ആദ്യം വിചാരിക്കുന്നത് ദൈവദാസനെയാണ് എഫക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ഏത് വിഷയം ഉണ്ടായിരുന്നാൽ ഇത് ഓൾ സഭയെയാണ് എഫക്ട് ചെയ്യുന്നത്, ഓൾ ബോഡി ഓഫ് ക്രൈസ്റ്റിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിനെയും ഇത് എഫക്ട് ചെയ്യുവാനായിട്ട് ഇടയാകും. കാര്യം അവിടെയുള്ള ആ ദൈവ സാന്നിധ്യം, അവിടെയുള്ള ദൈവവചനം, ഇതെല്ലാം ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുവാനായിട്ട് ഇടയാകും.
അപ്പൊ ഈ ദൈവസഭകളിൽ എത്രത്തോളം ഓരോ വ്യക്തികൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാര്യം ഓരോരുത്തരുടെയും അവരെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് അവർ മാറുമ്പോൾ ഓരോരുത്തരുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ഓഫൻസ്, ഒരു ഉണ്ടാക്കുന്ന പ്രോബ്ലംസ്, അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ദൈവദാസന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, എൻ്റെ ഒരു ചർച്ചിനെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം നമ്മൾ എന്തുമാത്രം അലർട്ടായിരിക്കണം എന്നുള്ള കാര്യം. നമ്മൾ കാരണം, നമ്മുടെ ഓഫൻസ് കാരണം, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതോ പറയുന്നതോ കാരണം അപ്പോൾ ദൈവസഭ എൻ്റെ ആ ചർച്ചിനെ ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും എത്രത്തോളം കെയർഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യവും ഈ ഭാഗങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഓഫൻസ് ഈസ് അൺക്ലിയർ, എന്താണ് താൻ ചെയ്ത ഓഫൻസ് എന്നുള്ളത് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അതത്ര നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് ക്ലൂ ഇവിടെ ഉള്ളത്, ഒന്ന് പോളിനെ ഒപ്പോസ് ചെയ്തതായിരിക്കും, ഒപ്പോസിഷൻ ടു പോൾ, അല്ലെങ്കിൽ അവിടെ വിഗ്രഹാരാധനയായിരിക്കാം. പക്ഷെ വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ പാകപ്പിഴവ് ദൈവസഭയിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നാം ദൈവസഭയിലായിരിക്കുവാണെങ്കിൽ നമുക്കെല്ലാം ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. നമ്മളെ തന്നെ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ദൈവസഭയെ സൂക്ഷിക്കാനുള്ള ഒരു കൂട്ടുത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം നാം പഠിച്ച സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് നാം ചിന്തിക്കുവാനായിട്ടിടയായി, നമ്മൾ ദൈവസഭയെ നാം വിധിക്കണം, ദൈവസഭയിൽ ശുദ്ധീകരണം വരുത്തണം. ഇതിനകത്ത് കയ്പുണ്ടെങ്കിൽ അതിനെ നാം ഐഡന്റിഫൈ ചെയ്യണം, കയ്പിനെ നാം നീക്കിക്കളയണം, കയ്പെന്ന് ഉദ്ദേശിച്ചിരുന്ന അശുദ്ധിയെ നാം നീക്കിക്കളയണം. ഇതെല്ലാം ദൈവസഭയുടെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്, നമ്മുടെ എല്ലാം ചേർന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു ദൈവദാസന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ദൈവസഭയെ സൂക്ഷിക്കുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുന്ന അവയവങ്ങളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ഭാഗത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനി അതിലെ 6ാമത്തെ വാക്യം എന്താണ്, എങ്ങനെയാണ് ഇവിടെ ആ വ്യക്തിയെ ഡിസിപ്ലിൻ ചെയ്തത്, താൻ ചെയ്ത ഏത് തരത്തിലുള്ള ഓഫൻസ് ആണെങ്കിലും എങ്ങനെയാണ് തന്നെ ഡിസിപ്ലിൻ ചെയ്തത് എന്നുള്ളതാണ് 6ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അവന് ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അപ്പൊ ഈ ഭാഗത്ത് 2 കാര്യങ്ങൾ ഓരോ വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ദ മെജോറിറ്റി പൗലോസിന്റെ ഈ കത്ത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുവാനായിട്ടിടയായി. ദ മെജോറിറ്റി അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു മൈനോറിറ്റി ഉണ്ട്. ഈ മൈനോറിറ്റി അവരെ സംബന്ധിച്ച് ഇതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. അല്ലെങ്കിൽ മൈനോറിറ്റി ഈ ആരാണ് ഈ ചർച്ചിൽ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ ഒഫൻഡറിന്റെ കൂടെ നിൽക്കുന്ന ഒരു മൈനോറിറ്റി ഉണ്ട്. എന്നാൽ പൗലോസിന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, വളരെ സന്തോഷത്താൽ താൻ എഴുതുന്ന ഒരു കാര്യം, മെജോറിറ്റി എന്ത് ചെയ്തു, ഈ തൻ്റെ ഇൻസ്ട്രക്ഷൻസ് വളരെ സീരിയസ് ആയി എടുത്തു, ഈ വ്യക്തിയെ ഒപ്പോസ് ചെയ്യുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഒരുപക്ഷെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് കാണും, പോസിബിളി ദാറ്റ് എക്സ്ക്ലൂഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി ഓർ പബ്ലിക്കലി അവർ റിബ്യൂക്ക് ചെയ്ത് കാണും. എന്തായാലും ഒരു ഡിസിപ്ലിൻ ആ സഭയിൽ എടുത്തു എന്നുള്ളതാണ്. പോൾ ഈ ഡിസിപ്ലിൻ കണ്ടിട്ട് താൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരു ഡിസിപ്ലിൻ എടുത്തു, ഒരു ആക്ഷൻ എടുത്തു, ഇനിയും പറയുന്നു പോൾ റിഗാർഡ്സ് ഇറ്റ് ആസ് സഫിഷ്യന്റ്, അതിന് പ്രോപ്പറായിട്ടൊരു ഇത് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനിയും ഫർദറായിട്ട് ഒരു ഡിസിപ്ലിനിലേക്ക് പോകണ്ട, പകരം എന്താണ് ചെയ്യേണ്ടത്, യു നീഡ് ടു ഹാവ് എ റീസ്റ്റോറേഷൻ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിനകത്ത് വന്നൊരു ചിന്തയാണ്, നമ്മുടെ എത്ര സഭകളിൽ ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഡിസിപ്ലിൻ എടുക്കുന്നു. ഒന്നാമതേ ഈ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ആരെയും ഒന്നും ഡിസിപ്ലിൻ എടുക്കുന്ന കാര്യത്തിലൊന്നും നമുക്ക് ഒരു താല്പര്യവും കാര്യം നമ്മൾ ആരെങ്കിലും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. മലയാളത്തിൽ നാം പറയുന്നൊരു ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രയോഗം ഉണ്ടല്ലോ, അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞതുപോലെ എന്ത് വിഷയം ചർച്ച നടന്നാലും ഇതൊന്നും ഒരു കൺസേണേ അല്ല, ഇതൊന്നും കറക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല, ഇതിനേക്കാൾ വലുത് നടക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നാം പലപ്പോഴും ആയിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് ഈ കാര്യത്തിൽ ദൈവസഭയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇത് തെറ്റാണെങ്കിൽ അതിനകത്തൊരു ഡിസിപ്ലിൻ എടുക്കണം. ആ ഡിസിപ്ലിൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഡിസിപ്ലിൻ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സഭ അതിനകത്തൊരു ഡിസിപ്ലിൻ എടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് അന്ന് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നിത്യത തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കാം. അപ്പൊ ആ സഭയുടെ ഇദ്ദേഹത്തിനുള്ള ഒരു സ്നേഹത്തിലാണ് ആ ഡിസിപ്ലിൻ നടക്കുന്നതെന്നുള്ള കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം. അപ്പൊ ഈ ഡിസിപ്ലിൻ ഒരു പക്ഷേ സഭ ഒരുമിച്ച് നിൽക്കുകയാണ്, നീ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു ഡിസിപ്ലിൻ അവിടെ ഉണ്ടായി. ഒരു പക്ഷേ എക്സ്ക്ലൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ റിബ്യൂക്ക് ആയിരിക്കാം, എന്തോ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് സഭയിൽ ഉണ്ടാകുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു കാര്യം 7-8 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം.
അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. Praise God. ഈ 7ാമത്തെ വാക്യം വളരെ ചിന്തിക്കണം. Now, however, it is time to forgive and comfort him, otherwise he may be overcome by discouragement. ഈ കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും പറയാണ്, ദേഹത്തിന് അതിദുഃഖത്താൽ അതിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദൈവസഭ അവനെ തിരിച്ചു കൊണ്ടുവരണം, ആശ്വസിപ്പിക്കണം. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്ത സഭ നോക്കും, അല്ലെ? എവിടെ ഡിസിപ്ലിൻ നടക്കുന്നത്? അടുത്ത സഭ നോക്കും, അല്ലെങ്കിൽ പിന്നെ ചർച്ച വരത്തില്ല. ഇതൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ ആ ഒരു ഡിസിപ്ലിൻ പ്രോസസ്സിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് സഭകൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ചർച്ചസിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും അവരെടുത്ത് ഓരോരുത്തരെ കറക്റ്റ് ചെയ്ത് ഒരു റീസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ പലപ്പോഴും ഡിസിപ്ലിൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ആരും റീസ്റ്റോർ ചെയ്ത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുന്നത് വളരെ കുറച്ചാണ് കാണാറുള്ളത്. അതും നടക്കണമെന്നുള്ള ഒരു കാര്യം ഓർക്കണം. ആരെന്ത് ചെയ്താലും അതിനെല്ലാം ഒരു അദ്ദേഹത്തിനൊരു മാനസാന്തരം ഉണ്ടെങ്കിൽ, അദ്ദേഹം ആ ഡിസിപ്ലിൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ റീസ്റ്റോർ ചെയ്ത് മടക്കി കൊണ്ടുവരണം. He asked them to reform their love so the man is not overwhelmed with excessive sorrow. Rebuke can be allowed. Paul corrected the church because he loved them, not to wound but to restore. അവരെ വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല, അവരെ റീസ്റ്റോർ ചെയ്യാനായിട്ട്. അതിനകത്ത് മെയിനായിട്ട് ഒരു കോൾ, നമ്മുടെ മെസ്സേജ് ആണെങ്കിലും ഒരാളോട് വ്യക്തിപരമായി നാം സംസാരിക്കുന്നതാണെങ്കിലും എല്ലാത്തിന്റെ മെയിൻ ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പന്റൻസ് ഈസ് ദ ഗോൾ. ഡിസിപ്ലിൻ എയിം ടു ടേൺ പീപ്പിൾ ബാക്ക്, നെവർ മിയർലി ടു കണ്ടം. ഒരാളെ അങ്ങ് അധിക്ഷേപിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊള്ളരുതാത്തവനാണെന്ന് മുദ്ര ചെയ്ത് കളയാൻ വേണ്ടിയിട്ടല്ല. അൾട്ടിമേറ്റ്ലി നാം ഇത് ചെയ്തെങ്കിൽ മാത്രമേ ദേ വിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു റിപ്പന്റ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ പേരും ഇങ്ങനെ വീണ്ടും പാമ്പർ ചെയ്ത് ഇങ്ങനെ അവരെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചാൽ ഒരിക്കലും ദൈവസഭയിൽ റിപ്പന്റൻസ് ഉണ്ടാകത്തില്ല. അങ്ങനെ റിപ്പന്റ് ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ദൈവസഭ ഫോർഗീവ്നെസ് ആൻഡ് റിസ്റ്റോറേഷൻ ഒരു പോസിബിലിറ്റീസ് അവർക്കുണ്ടാകണം. അവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം അവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയാക്കണം. അപ്പൊ അതിന്റെ 8ാമത്തെ വാക്യം, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. അപ്പം 8ാമത്തെ വാക്യത്തില് സോ ഐ ആർജ് യു ടു നൗ ടു റീഅഫേം യുവർ ലവ് ഫോർ ദം. അവിടെ അഗാപ്പെ ലവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ചെയ്തത് വെച്ചിട്ടുള്ള സ്നേഹമല്ല, സകലതും ക്ഷമിക്കുന്ന, ഒന്നും തിരിച്ച് എക്സ്പെക്ട് ചെയ്യാത്ത ആ ദൈവത്തിന്റെ സ്നേഹത്താൽ ആ വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയിൽ ആ ദൈവസഭ ആ സ്നേഹം കാണിച്ച് തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഇതൊരു പ്രോസസ്സാണ്, ഇത് പെയിൻഫുൾ പ്രോസസ്സാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സിലൂടെ ഓരോരുത്തരെയും ദൈവസഭയിൽ മടക്കി കൊണ്ടുവന്ന് അവരെ പിന്നെയും ദൈവസഭയിൽ ഉറപ്പിക്കണം. അതിന്റെ 9ാമത്തെ വാക്യം, നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതിനായിരുന്നു ഞാൻ എഴുതിയത്. അപ്പം പൗലോസ് പറയാണ് ഈ പെയിൻഫുൾ ലെറ്റർ അതിന്റെ ഓൾ പർപ്പസ് നിങ്ങളുടെ അനുസരണം. ഞാൻ ഈ കത്ത് എഴുതിയപ്പോൾ നിങ്ങൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കത്ത് എഴുതിയത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് അതിന്റെ 3-4 വാക്യങ്ങളിൽ നമുക്ക് കാണാം. 3-4 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. That's why I wrote the grieved by very one who ought to give me a greatest joy. Surely you all know that my love comes from your being joyful. I wrote this letter is great anguish with a troubled heart and many tears. I did not want to grieve you, but wanted to let you know how much love I have for you. വീണ്ടും ആ കത്തിന്റെ ഒരു എന്തിനു വേണ്ടിയിട്ട് ആ കത്ത് എഴുതി എന്നുള്ളതിനെ കുറിച്ചാണ് കാണുന്നത്. 10 വാക്യങ്ങളോട് വായിക്കാം. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കുന്നു. എന്നാൽ ഞാൻ വല്ലതും ക്ഷമിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ നിമിത്തം ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ ക്ഷമിച്ചിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇതിനകത്തെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് പൗലോസ് എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം, സാത്താന്റെ തന്ത്രങ്ങൾ അതിനെ നാം അറിയാത്തവരല്ല. സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, നാം സാത്താനെ ജയിക്കുന്നവരായിട്ട് തീരണം. സാത്താന്റെ പദ്ധതിയാണ് ഒരു വ്യക്തിയെ നശിപ്പിച്ചു കളയുക എന്നുള്ളത്. സാത്താന്റെ പദ്ധതിയാണ് ഒരു വ്യക്തിയെ റിപ്പന്റൻസിലേക്ക് നയിക്കാതിരിക്കുക എന്നുള്ളത്. എന്നാൽ ദൈവസഭയുടെ വലിയ റെസ്പോൺസിബിലിറ്റിയാണ് സാത്താന്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനനുസരിച്ച്. ഇപ്പൊ ഒരാളെ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ റീസ്റ്റോർ ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സാത്താനെ സംബന്ധിച്ച് ഒരാളും റീസ്റ്റോർ ചെയ്യപ്പെടരുത്, അതെല്ലാം നശിച്ചു പോകണം എന്നുള്ളതാണ് പിശാചിന്റെ ആഗ്രഹം. ദൈവസഭയുടെ ഏറ്റവും വലിയൊരു ആവശ്യം, ഏത് കുറ്റം ചെയ്താലും ഏത് വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു റിപ്പന്റൻസ് ഉണ്ടായാൽ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം റിപ്പന്റൻസ് ഇല്ലാതെ അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യരുത്. അദ്ദേഹത്തിന് റിപ്പന്റൻസ് ഉണ്ടായി എന്ന്
ദൈവസഭ അത് മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 12-13 വാക്യങ്ങളൂടെ വായിച്ചിട്ട് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായകയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്കതോനിയയ്ക്ക് പുറപ്പെട്ടു. പൗലോസിന്റെ ആ ഒരു തരയായ യാത്രയിലും താന് ഈ പറഞ്ഞതുപോലെ തീത്തോസിന്റെ വരവ് എക്സ്പെക്ട് ചെയ്തിരുന്ന കർത്താവിന്റെ ദാസന് അദ്ദേഹത്തിനെ കാണാഞ്ഞത് കൊണ്ട് ത്രോവാസിൽ വെച്ച് തന്നെ എക്സ്പെക്ട് ചെയ്യായിരുന്നു. ത്രോവാസിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടാവുന്നു. എന്നാൽ ത്രോവാസിൽ വെച്ച് തന്നെ കാണാതിരുന്നത് കൊണ്ട് തന്റെ ഹൃദയത്തിനകത്തുണ്ടായ വേദന, ഭാരം, ഇതിനെക്കുറിച്ച് നാം അവിടെ എഴുതിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നാം കഴിഞ്ഞ 2 ക്ലാസ്സിന് മുമ്പിട്ട് ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് പിന്നെയും കടക്കുന്നില്ല. ഇന്ന് നാം കേട്ട മെയിനായിട്ടുള്ള ഒരു കാര്യം, ദൈവസഭയിൽ ഉണ്ടാകേണ്ട ഒരു പ്രോസസ്. ഒരാളെ എല്ലാവരും ജീവിതത്തിൽ ഈ ഒരു പ്രോസസ്സ് കാണും. ദൈവസഭ എത്രത്തോളം ഈ പാപത്തോടും അല്ലെങ്കിൽ എത്രത്തോളം ഈ ക്യാരക്ടറിനോടും ഒക്കെ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യവും നമ്മുടെ വചനങ്ങൾ എത്രത്തോളം ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം കേൾക്കുവാനായിട്ടിടയായി. പലപ്പോഴും ഷുഗർ കോട്ടഡ് എൻകറേജ്മെന്റ് ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം ഒരു ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലും ഉപരിയായിട്ട് ചില വിഷയങ്ങൾ വളരെ ആഴത്തിൽ ഡീൽ ചെയ്യപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ദൈവസഭ ഡീൽ ചെയ്യണം. അതൊരു ദൈവദാസന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ആസ് ആൻ ഓൾ ചർച്ച് നമുക്ക് ആ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ, ചർച്ചിന് മുഴുവനായിട്ട് ആ ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ടെങ്കിലേ ചർച്ച ആ ഒരു ക്വാളിറ്റിയിലേക്ക് വരത്തുള്ളൂ. അതാണ് പൗലോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് പെയിൻഫുൾ ആയിട്ട് ടിയർഫുൾ ലെറ്റർ നിങ്ങൾക്ക് എഴുതിയപ്പോൾ മെജോറിറ്റി ആൾക്കാരും അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ചർച്ച. കൊരിന്ത്യ സഭയെക്കുറിച്ച് നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആ ദൈവസഭയിൽ കണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് കർത്താവിന്റെ ദാസന്റെ ആ ലെറ്ററിനോട് അവര് പോസിറ്റീവായിട്ട് മെജോറിറ്റി ആൾക്കാർ റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളത്. അത് സീരിയസ് ആയിട്ട് അതിനകത്തൊരു ആക്ഷൻ ഉണ്ടായി. അതിനകത്ത് ആക്ഷൻ ഉണ്ടായതിനു ശേഷം ഈ വ്യക്തിയെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് പൗലോസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ദൈവസഭയിലും നടന്നായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾ മടങ്ങി വരുമ്പോൾ അവരെ പിന്നെ ഒരു കാരണവശാലും പിശാച് തകർക്കുവാനായിട്ട് ഇടയാകത്തില്ല. പിശാച് അവരുടെ മേലിൽ ജയിക്കുവാനായിട്ട് ഇടയാകത്തില്ല. അങ്ങനെയുള്ള ദൈവസഭകളാണ് പിശാചിനെ ജയിച്ച ദൈവസഭകൾ. ഹല്ലേലൂയ. ഒരാളും നശിച്ചു പോകുന്നത് ദൈവത്തിന് താല്പര്യമില്ല. ഓരോ വ്യക്തികളും റിപ്പറ്റൻസിലേക്ക് വരണമെന്നുള്ളതും അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിത്യതയിൽ അവരായിരിക്കണമെന്നുള്ളതുമാണ് കർത്താവിന്റെ വലിയൊരു ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുത്തരവാദിത്വമുണ്ട്. ദൈവസഭ അതിനുള്ള ഒരു സ്റ്റേജ് ആയിട്ട് മാറട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.